ഓക്കെ, സ്വീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷേപ്പ് ഒരു പാത്തിന് അബൌട്ടായിട്ട് ഒരു പാത്തിന് അബൌട്ടായിട്ട് ഒരു പെർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ജോമെട്രിയാണ് സ്വീപ്പ്. ഓക്കെ, നമുക്ക് പല പല രീതിയിൽ സ്വീപ്പിന്റെ ആപ്ലിക്കേഷൻസ് വരും. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ചുമ്മാ വെറുതെ ഒരു ഇത് കണ്ടോ, ഓവർ ഡിഫൈൻ ആയിപ്പോയി. അതെനിക്ക് തോന്നുന്നു ഡയമെൻഷൻ പറഞ്ഞാൽ റെഡിയാവും. ഓ ഇല്ല, റെഡി ആയില്ല. ട്രിമ്മിനകത്ത് ഫുള്ളി ഡിഫൈൻ ആക്കിയില്ലെങ്കിൽ പറ്റുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ കേട്ടോ. വെറുതെ സ്പ്ലൈൻ കൊണ്ട് വരച്ചല്ലേ, അതുകൊണ്ട് എങ്ങനെയൊക്കെ ഇല്ല, റെഡിയാവുന്നില്ല. അങ്ങനെ വരാൻ നേരത്ത് ഞാൻ ഇങ്ങനെ തന്നെ വരയ്ക്കും, എന്നിട്ട് റിവോൾവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയും. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒന്ന് റിവോൾവ് ചെയ്യാനാണിത്. ഫീച്ചർ റിവോൾവ്. എന്നിട്ട് എനിക്ക് ഞാനിപ്പം ഫുള്ളി ഡിഫൈൻ ആയിട്ടല്ല വരയ്ക്കുന്നത്. ഒരിക്കലും ഒന്നും ചെയ്യരുത് കേട്ടോ. എപ്പോഴും ഫുള്ളി ഡിഫൈൻ ചെയ്തിട്ട് വേണം എല്ലാം വരച്ച് പോകാൻ. ഓക്കെ, ഇവിടെ റെഫറൻസ് പ്ലെയിനകത്ത് പോയിട്ട് ഞാൻ ഈ ഒരു സർക്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യാൻ നേരത്തെ എന്നാ പറ്റുന്നറിയോ, ആ സർക്കിൾ ഇരിക്കുന്ന ഒരു പ്ലെയിൻ ഉണ്ടല്ലോ, ആ പ്ലെയിനിൽ പുതിയൊരു പ്ലെയിൻ ക്രിയേറ്റ് ആയി. ഇനി ഞാൻ അവിടെ പോയിട്ട് ഞാൻ വെറുതെ ഒരു സ്കെച്ച് അങ്ങ് വരയ്ക്കുക. കൺട്രോൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് നിന്നും കൂടെ കാണിക്കും. ഞാൻ വെറുതെ ഒരു വലിയ സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുക. ഇതിന് പുറത്ത് നിൽക്കുന്ന സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുക. ഡയമെൻഷൻ കൊടുത്തേക്കാം. എന്നിട്ട് ഫീച്ചർ എക്സ്ട്രൂഡ് കട്ട് റിവേഴ്സ് ഡയറക്ഷൻ. എന്താ ചെയ്ത് ഉദ്ദേശിച്ച ഐഡിയ മനസ്സിലായല്ലോ അല്ലേ? നേരത്തെ ഇതേപോലെ ഫ്ലാറ്റ് ആക്കാനായിരുന്നു നോക്കിയത്, അത് ആ രീതിയിൽ ആവാഞ്ഞുകൊണ്ട് വേറെ രീതിയിലാക്കി. കാര്യമൊന്നുമില്ല, വെറുതെ ചുമ്മാ ഒരു ഫിഗർ വെച്ചാണ് കേട്ടോ. നമ്മൾ സ്വീപ്പ് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് വരയ്ക്കാൻ തോന്നിയ ഒരു ഷേപ്പാണേ. ഞാനിപ്പോൾ സ്പ്ലൈൻ കൊണ്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, എക്സിറ്റ്. ഇവിടെ എനിക്ക് സ്വീപ്പ് ചെയ്യാൻ നേരത്ത് സ്വീപ്പിനകത്ത് തന്നെ സർക്കുലർ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പ്രൊഫൈൽ ഇനി സർക്കുലർ ഷേപ്പ് ആണെന്നിരിക്കട്ടെ, അതായത് ക്രോസ് സെക്ഷൻ സർക്കുലർ ഷേപ്പ് ആണെങ്കിൽ നമുക്ക് സ്കെച്ച് പ്രൊഫൈലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സർക്കുലർ പ്രൊഫൈലിനകത്ത് പോയിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രൊഫൈൽ, സർക്കുലർ ഷേപ്പുള്ള പ്രൊഫൈൽ തനിയെ വന്നോളും. അവിടെ നമ്മൾ ഈ ഒരു റേഡിയസ് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കണ്ടോ? ഇവിടെ നമുക്ക് അലൈൻ എൻഡ് ഫേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സോളിഡ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സോളിഡിലേക്ക് എൻഡ് ഫേസ് അലൈൻ ആയിക്കോളും കേട്ടോ. ഓക്കെ, ഇവിടെ അത് ഇനിഷ്യലി അത് അലൈൻ അല്ല. ഞാനത് അലൈൻ ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അലൈൻ ആയി.
വേണ്ട, ഇത് ഒരു ഒറ്റ സോളിഡിന്റെ ഭാഗമായിട്ടായിരിക്കുന്നത്. ഞാൻ ലൈൻ എൻഡ് ഫേസ് ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. അലൈൻ എൻഡ് ഫേസ് മെർജ് റിസൾട്ട് ഓൾറെഡി ടിക്ക് ഓൺ ആണ്, അതുകൊണ്ട് ഇപ്പോൾ വിഷയം ഉണ്ടായിരിക്കില്ലായിരിക്കും. ഓക്കെ, ഇപ്പോഴും ഒറ്റ ജോമെട്രി ആയിട്ടാ. മെർജ് റിസൾട്ട് ടിക്ക് ഓഫ് ആയിരുന്നെങ്കിൽ ഓക്കെ അത് രണ്ട് സോളിഡ് ആയിട്ടാ, രണ്ട് സോളിഡ് ബോഡി ആയിട്ടാണ് സോഫ്റ്റ്വെയറിൽ നിന്ന് എടുക്കുന്നത്. മെർജ് റിസൾട്ട് ടിക്ക് ഓൺ ആയി കഴിഞ്ഞാൽ അതിന് ഒറ്റ സോളിഡ് ബോഡിയായിട്ട് എടുത്തോളും. ഓക്കെ, ഇപ്പോൾ ഒറ്റ സോളിഡ് ബോഡി, നേരത്തെ രണ്ട് സോളിഡ് ബോഡി ആയിരുന്നു. എനിക്കിങ്ങനെ നിൽക്കണ്ട, അത് അകത്തേക്ക് ടച്ച് ചെയ്ത് നിൽക്കണം. ഓപ്ഷൻസിനകത്ത് അലൈൻ വിത്ത് ഇൻ ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ടച്ച് ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ സർക്കുലർ പ്രൊഫൈൽ ആയിരുന്നു, ഇനി സർക്കുലർ പ്രൊഫൈൽ അല്ല, നമുക്കായിട്ടൊരു ക്രോസ് സെക്ഷൻ വരച്ചു കൊടുക്കണമെങ്കിൽ അറിയാലോ, ഞാനത് കളയുക. വരച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് പുതിയ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണം. റെഫറൻസ് പ്ലെയിൻ, ഫസ്റ്റ് റെഫറൻസ് ഇത്, അടുത്ത റെഫറൻസ് ആയിട്ട് ഇത്. അപ്പോൾ നോക്കി അതിന് പെർപെൻഡിക്കുലർ, ഈ പോയിന്റിൽ കൂടെ പെർപെൻഡിക്കുലർ, അതിന് കോയിൻസിഡന്റ് ആയിട്ട് പുതിയൊരു പ്ലെയിൻ വന്നു. ഇനി ഞാൻ അവിടെ പോയിട്ട് സ്കെച്ച് ന്യൂ പ്ലെയിൻ പറഞ്ഞു കൊടുത്തു. ഇവിടെ നമുക്ക് വേണ്ട, എനിക്കിപ്പോൾ ഇവിടെ വേണ്ടത് ഒരു ചെറിയൊരു സ്ലോട്ട് ഷേപ്പ് അങ്ങ് എടുക്കാം. സ്ലോട്ട് ഷേപ്പ് എങ്ങനെയാവും എന്നറിയില്ല, നമുക്ക് ട്രൈ. സർക്കുലർ ഷേപ്പ് അല്ലാതെ വേറൊരു ഷേപ്പ് വരയ്ക്കണമെങ്കിലും ഒന്ന് ഓർത്ത് വരച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഡയമെൻഷൻസ് ഒക്കെ വേണ്ടി ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് സ്വീപ്പ്, ഇവിടെ സർക്കുലർ പ്രൊഫൈൽ അല്ല സ്കെച്ച് പ്രൊഫൈൽ. സ്കെച്ചായിട്ട് ഈ സ്കെച്ച് 42, അടുത്തത് പാത്തായിട്ട് ഇത്. ഓക്കെ, ഇവിടെയും ഓപ്ഷൻസിനകത്ത് പോയി കഴിഞ്ഞാൽ അലൈൻ വിത്ത് എൻഡ് ഫേസസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് അലൈൻ ആയിരുന്നോളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ജോമെട്രികളുണ്ട്. പല ജോമെട്രികൾ നമുക്കിങ്ങനെ പല ജോമെട്രികളുണ്ട്, ഞാനത് ഷെയർ ചെയ്യാം വരയ്ക്കാനുള്ള പ്രാക്ടീസ് എക്സസൈസ് ആയിട്ടുള്ളത്. ഇതൊന്ന് സേവ് ചെയ്തോട്ടെ.